പണ്ഡിതന്മാർ പറയും, ഈ വിശുദ്ധ ഖുർആൻ ആയത്തുകളെക്കുറിച്ചുള്ള ഈ പഠനം നടത്തുമ്പോൾ ചില ആയത്തുകൾ അതിനെക്കുറിച്ച് അഅ്ളമു ആയ എന്ന് പറഞ്ഞിട്ടുണ്ട്. അഅ്ളമു ആയ ഏതാ? അഅ്ളമു ആയ ആയത്തുൽ കുർസിയാണ്. ചില ആയത്തുകളെക്കുറിച്ച് പറഞ്ഞു അഅ്ളമു സനാഅൻ, പ്രശംസ ഏറ്റവും മഹനീയമായ ആയത്ത്, പ്രശംസ ഏറ്റവും മഹനീയമായ ആയത്ത്. ചില ആയത്തുകളെക്കുറിച്ച് അതൊക്കെ ഏത് നമുക്ക് പറയാം. ആദലു ആയ. ചില ആയത്തുകളെക്കുറിച്ച് പറഞ്ഞു അർജ ആയ. ചില ആയത്തുകളെക്കുറിച്ച് പറഞ്ഞു അഖ്വഫു ആയ. ചില ആയത്തുകളെക്കുറിച്ച് പറഞ്ഞു അഷദ്ദു ആയ. അഷദ് അഷദ്ദു ആയ എന്നല്ല, അഷദ് എന്ന് പറഞ്ഞു. ചില ആയത്തുകളെക്കുറിച്ച് അഹബ്. ചില ആയത്തുകളെക്കുറിച്ച് പറഞ്ഞ് അജ്മ. എന്താ ഈ പറഞ്ഞത്? വിശുദ്ധ ഖുർആൻ ആയത്തുകളുടെ അർത്ഥം അറിഞ്ഞ് അതിൻ്റെ തേട്ടം മനസ്സിലാക്കിയിട്ട് ഓരോ ആയത്തുകൾ എന്ത് ചെയ്യണം, ഓരോരുത്തർ വിധിക്കുകയാണ്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചാണ് അഅ്ളമു ആയത്ത് ഏതാണ് എന്നുള്ളത്. അപ്പോൾ അതിന് പറഞ്ഞ ഉത്തരമാണിത്, ആയത്തുൽ കുർസി. ആരാ ഉത്തരം പറഞ്ഞത്? അയ്യോ ആയത്തിന് അഅ്ളം ഫീക്ക് എന്നുള്ള ചോദ്യത്തിന് ഉബൈ ഇബ്നു കഅബ് അല്ലേ. അപ്പോൾ ലിയഹ്നിക്കൽ ഇൽം അബൽ മുൻദിർ എന്ന് പറഞ്ഞ റസൂൽ പ്രതികരിച്ചത് ഉബൈ ഇബ്നു കഅബ്. അഅ്ളമു സനാഅൻ, പ്രശംസ മഹനീയമായ ആയത്ത്, പ്രശംസ ഏറ്റവും മഹനീയമായ ആയത്ത് എന്ന് പറഞ്ഞത്. അത് 3 ആയത്തുകളെ കുറിച്ചാണ് പറഞ്ഞത്. ഒന്ന് നമ്മുടെ ഈ ആയത്താണ്, വസ്തനഅതു കലിനഫ്സി. അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ പ്രത്യേകം തിരഞ്ഞെടുത്തു, പ്രത്യേകം പരിഗണിച്ച് തിരഞ്ഞെടുത്തു എന്നാണ്. ആർക്ക് വേണ്ടി അള്ളാഹു തിരഞ്ഞെടുത്ത്? ലിനഫ്സി. നമ്മൾ ഇപ്പോൾ പടപ്പുകൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു രാജാവ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മന്ത്രി അല്ലെങ്കിൽ സാമൂഹ്യ ശ്രേണിയിൽ മേൽത്തട്ടിൽ നിൽക്കുന്ന ഒരാൾ ഒരു വ്യക്തിനെ എനിക്ക് നിങ്ങളെ വേണം, ഞാൻ നിങ്ങളെ പ്രത്യേകം തിരഞ്ഞെടുത്തു, അല്ലെങ്കിൽ ഒരു വേദിയിൽ ഒരു വ്യക്തിയെ ആൾക്കൂട്ടത്തിൽ നിന്ന് പ്രത്യേകം തനിക്കായി വിളിച്ചു, അതെന്തൊരു ഇതായിരിക്കും അല്ലേ? ആ വ്യക്തിക്ക് എന്തൊരു സ്വീകാര്യതയായിരിക്കും. എല്ലാവരും ആ വ്യക്തിയിൽ കണ്ണ് നടും, ആ വ്യക്തിയെക്കുറിച്ച് പിന്നെ നല്ല മതിപ്പായിരിക്കും. ഇത് മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്, വസ്തനഅതുക ലിനഫ്സി, എനിക്കായി ഞാൻ താങ്കളെ പ്രത്യേക പരിഗണനയിൽ പരിചരിച്ചു വളർത്തി അല്ലെങ്കിൽ തിരഞ്ഞെടുത്തു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ അത് ഏറ്റവും വലിയ സനാഅണ്, ഏറ്റവും വലിയ പ്രശംസയാണ്. രണ്ടാമത് ഈ ഗണത്തിൽ വരുന്ന ആയത്ത് വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും, അല്ലാഹു അവരെ ശിക്ഷിക്കുകയില്ല. പിന്നെന്താണ്? വ അൻത ഫീഹിം. വ അൻത ഫീ എന്നാണ് എന്താ? താങ്കൾ അവരിലുണ്ടായിരിക്കെ. ആരെ കുറിച്ചാണ് അറിയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ എരന്നുകൊണ്ടിരിക്കുകയാണ് അള്ളാഹിൻ്റെ ശിക്ഷ. അവർ അള്ളാഹിൻ്റെ ശിക്ഷ കൊണ്ടുപോകാന്ന് പറയാണ്. പിന്നെ ഇൻകാന ഹാദാ ഹുവൽ ഹഖ്ഖ മിൻ ഇൻദിക് ഫഅംതിർ അലൈനാ ഹിജാറതൻ മിനസ് സമാ. ഇത് അള്ളാഹിൻ്റെ അടുക്കൽ നിന്നുള്ള സത്യമാണ് എങ്കിൽ ഒരു കല്ലിൻ്റെ മഴ ഞങ്ങളുടെ മേൽ തലയിൽ വീഴട്ടെ എന്നാണ്, ഒരു കൽമഴ ഞങ്ങൾക്ക് പെയ്യട്ടെ എന്നാണ് അബൂജഹലും കൂട്ടരും പറയുന്നത് മക്കത്ത്. അപ്പോൾ അള്ളാഹു പറയാണ്, വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും, അള്ളാഹു അവരെ ശിക്ഷിക്കൂല. വ അൻത ഫീഹിം. എന്താ വ അൻത ഫീഹിം? അവരുടെ കൂട്ടത്തിൽ താങ്കൾ ഉണ്ടായിരിക്കെ. അപ്പോൾ താങ്കൾ അവർക്കും സുരക്ഷയാണ് എന്നുള്ളത് പറയാണ്. പിന്നെ താങ്കൾ ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യില്ല, അവരെ ശിക്ഷിക്കൂല എന്ന് പറയുന്നത്. അതാണ് രണ്ടാമത്തെ ആയത്. അതാണ് അഅ്ളമു സന, ഏറ്റവും മഹനീയമായ പ്രശംസ ഉൾക്കൊള്ളുന്ന ആയത്ത്. വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വ അൻത ഫീഹിം. മൂന്നാമത്തെ ആയത്ത് സൂറത്ത് മറിയമിൽ നമ്മൾ പഠിച്ചതാണ്. സഅസ്തഗ്ഫിറു ലക റബ്ബി ഇന്നഹു കാന ബി ഹഫിയ. സഅസ്തഗ്ഫിറു ലക റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് താങ്കൾക്ക് വേണ്ടി പാപമോചനത്തിന് തേടും. ഇന്നഹു, കാരണം റബ്ബ്, ബി ഹഫിയ, എന്നോട് ദയയുള്ളവനാണ്, എന്നോട് ദയയുള്ളവൻ. ആരാ പറയുന്നത്? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ് വാപ്പാനോട്, വാപ്പാ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പൊറുക്കലിനെ തേടും, കാരണം എൻ്റെ റബ്ബിനോട് തേടും, കാരണം എൻ്റെ റബ്ബ് കാന ബി ഹഫിയ, എന്നോട് ദയയുള്ളവനാണ് അല്ലേ. അപ്പോൾ അവിടെ അത് പിന്നെ അത് ആർക്കുള്ള പ്രശംസയാണ്? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമക്കുള്ള പ്രശംസയാണ്.
മറ്റേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള പ്രശംസയാണ്. ഇവിടെ വസ്തനഅതു കലി നഫ്സി, എനിക്ക് വേണ്ടി ഞാൻ താങ്കളെ പ്രത്യേകം പിന്നെ പരിചരിച്ചു, തിരഞ്ഞെടുത്തു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്കുള്ള അവമുസന, ഏറ്റവും നല്ല പ്രശംസ എന്നാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ അതറിയിക്കുന്ന 3 ആയത്തുകളാണ് വിശുദ്ധ ഖുർആനിൽ എന്നാണ്.